അത്തിയില്ലേ ബഡാന്നോ? ആ ഇത് അബിയു. ആ അബിയു. അബിയു. ഇതോ? ഇത് നമ്മുടെ മറ്റേ അതല്ല, ഇതാണ് അബിയു. അബിയു. ഇത് മാതള നാരോ അല്ലേ? മാതള നാരോ. എന്തുവായിരുന്നു ഇതിൻ്റെ പേര്? അവക്കാഡോ. അവക്കാഡോ. ആഹാ, ഇത് അവക്കാഡോ. 2 തൈയാണ് വീട്ടിൽ നിന്ന് പോയത്. ഇതെന്താ സാറേ? ജബോട്ടിക്കാവ അല്ലെങ്കിൽ മരമുന്തിരി എന്ന് പറയുന്നത്. ഇതൊരു പഴം പിടിക്കുന്നതാണ്. ടെന്നീസ് ബോൾ ചെറി എന്ന് പറയും. എന്തോ? ടെന്നീസ് ബോൾ ചെറി. ടെന്നീസ് ബോൾ ചെറി. അതൊരു പഴച്ചെടിയാണ്. ഇത് ബബ്ലൂസ് നാരകം, മറ്റേ വലിയ. ഇതെന്തോ സാറേ? മൂട്ടിപ്പഴം. എന്തോ? മൂട്ടിപ്പഴം. മരത്തേൽ ഇങ്ങനെ പഴം പിടിക്കും. ഇതെന്തോ സാറേ? ഇത് ഓറഞ്ച്. ഓറഞ്ച് അല്ലേ? കാ പിടിച്ചു തുടങ്ങിയായിരുന്നോ? ഇതില് കാ പിടിച്ചില്ല. ഇതോ? ഇതാണ് നമ്മുടെ മിൽക്ക് ഫ്രൂട്ട്. എൻ്റെ ഇല കണ്ട, ഇലയുടെ കളർ നോക്കും. പ്രകാശം അടിക്കുമ്പോൾ ഭയങ്കര ഗോൾഡ് മാതിരി വെട്ടിത്തിളങ്ങും. ഇതിൻ്റെ തൈ ഉണ്ടോ? ഇതിൻ്റെ തൈ ഉണ്ട്. എത്ര ഇതിൻ്റെ തൈക്ക് വില വരുന്നത്? ഇതിൻ്റെ തൈക്ക് 250 തൊട്ട് 450 വരെ വരും. ഇത് എത്ര വർഷം കൊണ്ട് പഴം പിടിക്കും? അതിനകത്ത് നമ്മളെ അകത്തൊരരിയും ഒരു ഫ്ലഷ് ഉണ്ട്, നല്ല ഇതായിട്ടുള്ള. സാറേ, ഇത് എത്ര നാളുകൊണ്ടാണ് കായ്ക്കുന്നത്? ഇത് 3 വർഷമൊക്കെ എടുക്കും. ഇതിപ്പോൾ 2 വർഷമായി. ആന്നല്ലേ? ഇതെന്തോ സംഭവം? ഇത് പൈക്കസ് പേര എന്ന് പറയും. ഇതിലൊരു ചെറിയ പേരയ്ക്ക പോലെ ഒരു സാധനം, സ്ട്രോബെറി പേരയില്ല, അതുപോലെ ഉണ്ടാവും. റെഡ് ലേഡി ഓമ ഇല്ലേ? റെഡ് ലേഡിയാന്ന് സാറേ ഈ ഓമ? ഓമയൊക്കെ റെഡ് ലേഡിയാണ്. ലേഡി മാത്രമേ ഉള്ളൂ. അതൊക്കെ വിളവെടുത്ത് ഇതൊക്കെ തയ്യാറായത്. ഇതെന്തോ പ്ലാവാ സാറേ? ഇത് റെഡ് ജാക്ക്, മറ്റേ സിന്ദൂര വരിക്ക എന്ന് പറയുന്നത്. ആകെ ചുമന്നിരിക്കുന്ന വരിക്ക. സിന്ദൂര വരിക്ക ഇല്ലയോ? ഇതിൻ്റെ തൈ ഉണ്ടോ സാറേ? അതിൻ്റെ തൈ ഉണ്ട്. എത്ര രൂപേന്? അതിനൊരു 150-200 രൂപ റേഞ്ച് വരും. എത്ര ഇതുകൊണ്ട് കായ്ക്കും? എത്ര മാസം? 3 വർഷം 4 വർഷമൊക്കെ എടുക്കും. 4 വർഷം. 4 വർഷം കൊണ്ട് കായ്ക്കുന്നു. ഇതെന്തോ സാറേ ഈ സംഭവം? ആത്തയല്ലേ? ഏതിനോ ഇത്? ഇത് നമ്മുടെ മറ്റേ വലിയ സാധാരണ നോർമൽ ആത്ത. ഇതിന് പല പേരും പറയും, റാംഫൽ എന്നൊക്കെ പറയും. ബഡ് ചെയ്തോ അല്ലേ? ഇത് എയർ ലെയർ ചെയ്യുകയെന്ന് പറയും. എയർ ലെയർ ഇങ്ങനെ ഇതിന് കായ്ക്കുന്നത് എന്ന് കണ്ടിച്ചെടുത്ത് വെച്ചിരിക്കും. ഇത് എത്ര വർഷം എടുത്തു കായ്ക്കാൻ? ഇതിപ്പോൾ ഇത് വെച്ചിട്ട് 2 വർഷമേ ഉള്ളൂ. ഉള്ളല്ലേ? കായ്ച്ചിരിക്കുന്ന കണ്ട. പക്ഷെ അതിന് താങ്ങാൻ വയ്യാത്ത പോലെ ആയതുകൊണ്ട് അത് ഉണങ്ങിയിട്ട് പോകും. പഴം കിട്ടുന്നുണ്ട്, പക്ഷെ കിളിയുടെ ഭയങ്കര ശല്യമായി. ഇത് വന്ന് കൊത്തി. ഇതെന്തോ സാറേ? ഇത് സീഡ്ലെസ് ലെമൺ. ഇതിൻ്റെ തൈ ഉണ്ടോ ഇവിടെ? ഇതിൻ്റെ തൈ ഉണ്ട്, നമ്മുടെ നഴ്സറിയിലുണ്ട്. എത്ര എൻ്റെ പ്രൈസ് വരും? ഇതിന് നമുക്ക് 175 രൂപ ആണ് വരുന്നത്. 200 രൂപയ്ക്കാണ് നമ്മൾ. ഇത് കണ്ടുപോകാനും ഉണ്ടാവും. ആണോ? സീഡ്ലെസ് ലെമൺ. സാർ അങ്ങനെ എന്നോണേ? ഇതിൻ്റെ പേരെന്തായിരുന്നു സാറേ? സീഡ്ലെസ് ലെമൺ. ഇതിൻ്റെ തൈ നമുക്ക് അവൈലബിൾ അല്ലേ? ഇതിൻ്റെ തൈ അവൈലബിൾ ആണ്. എത്ര നാളുകൊണ്ട് ഇത് കായ്ക്കും? ഇത് ഒരു വർഷം കൊണ്ട് കായ്ക്കും അല്ലേ?
ഇതിൽ സീഡില്ല. നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് നാരങ്ങ വെള്ളം, ലെമൺ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ കണ്ടിച്ചിട്ട് മിക്സിക്കകത്തൊക്കെ അടിച്ച് കുടിക്കാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് വളം വലം അങ്ങനെ ഉണ്ടോ? ഇതിന് നമ്മളിവിടെ ചാണകവും അതുപോലെയൊക്കെയുള്ള ജൈവ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. ആണല്ലേ. ഇതെന്തുവായിരുന്നു സാറേ നമ്മുടെ ഇത് നമ്മുടെ സപ്പോർട്ട്? ഇത് എത്ര നാൾ കൊണ്ട് കായ്ക്കുന്ന സപ്പോർട്ട്? ഇതൊക്കെ ഒരു വർഷം 2 വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്നു. ചെറുതിലെ കായ്ക്കുന്ന സപ്പോർട്ട്. ഇത് ഇത്ര ഇച്ചിരി വലുതാവോ? ഇത് വലുതാവും, ഇനിയും വലുതാവും.